തോറ്റുപോകുമെന്ന് തോന്നിയ ഘട്ടങ്ങളിലെല്ലാം വലിയ തിരിച്ചുവരവ് നടത്തി. 34 കോടി രൂപ ഒരു വലിയ ടാർജറ്റാണ്. ആ ടാർജറ്റ് തികയ്ക്കുക എന്നുള്ളത് ശ്രമകരമായിരുന്നു. പക്ഷേ ആഗോള മലയാളികൾ എല്ലാവരും ഒരുമിച്ച് കൈ കോർത്തിറങ്ങിയപ്പോൾ അതും സാധ്യമായി നമുക്ക് എന്നുള്ളതാണ്. അസാധ്യമായതിനെ സാധ്യമാക്കിയ നാട്ടുകാരാണ്. അവർക്ക് ചിലത് പറയാനുണ്ടാവും. വി എസ് സുജിത്. വി എസ് സുജിത്ത് കേൾക്കാമെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. വളരെ വൈകാരികമായ രംഗങ്ങളാണ് സീനത്ത് മൻസിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലർന്ന അപൂർവമായ ഒരു ധന്യ നിമിഷമാണ്. ഇവിടെയാണ് പെരുന്നാളെന്ന് നമുക്ക് തോന്നിക്കും പോലെയാണ് അവിടെയുള്ള മനുഷ്യരുടെ പെരുമാറ്റവും സ്നേഹവും. സ്നേഹം ഇങ്ങനെ പരന്നൊഴുകുകയാണ്. കാത്തുവെച്ചിരുന്ന സ്നേഹമെല്ലാം അണപൊട്ടി ഒഴുകുന്നത് പോലെയാണ് അവിടെ വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും വേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലൊരു കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നിട്ടല്ല നമ്മളുടെ അബ്ദുൾ റഹീം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അത് ചലനശേഷി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ട്രാഫിക് ഐലൻഡിൽ വെച്ച് ആ കുഞ്ഞ് വാശി പിടിക്കുകയും ആ കുഞ്ഞ് ധൃതി പിടിക്കുകയും ചെയ്ത് വാഹനം ട്രാഫിക് റൂൾ തെറ്റിച്ചു പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന അബ്ദുൾ റഹീമിനെ അവിടെ ആ കുട്ടി കയർക്കുകയും ആക്രോശിക്കുകയും ചെയ്തപ്പോഴാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയത്. അതല്ലാതെ അബ്ദുൾ റഹീം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ അത് അവിടുത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. പിന്നീട് ആ കുടുംബം ദയ നൽകാൻ ദിയാധനം വാങ്ങി ഒടുവിൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എത്രയോ മനുഷ്യർ ജയിലിൽ അടയ്ക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. നാട്ടിലേക്ക് തിരിച്ചു വരാനാവാതെ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. ആ മനുഷ്യർക്ക് അവരെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുള്ള ഊർജം കൂടിയാണ് അബ്ദുൾ റഹീമിൻ്റെയും ഉമ്മയുടെയും ഈ സമാഗമം. നമ്മൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് സാധ്യമായി. ദ റിയൽ കേരള സ്റ്റോറി.